ഇത്തവണ വിഷു വന്നെത്തി. ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങൂ. വർഷം മുഴുവൻ ഐശ്വര്യം വന്നു ചേരും. സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിന്റെയും ആഘോഷമായ വിഷുവിന് സൂര്യോദയത്തിന് മുൻപ് കണി കാണുന്ന മംഗളകരമായ വസ്തുക്കളെയും അന്ന് ലഭിക്കുന്ന കൈനീട്ടത്തെയും എല്ലാം ആശ്രയിച്ചാണ് തുടർന്ന് വരുന്ന ഒരു വർഷത്തെ നമ്മുടെ ഭാഗ്യനിർഭാഗ്യങ്ങളും നന്മ തിന്മകളുമെല്ലാം. അതുകൊണ്ട് തന്നെ വിഷു കൈനീട്ടത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വിഷുവിന് കൈനീട്ടം കൊടുക്കുന്നതിലൂടെയും കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഐശ്വര്യം വന്നു ചേരുന്നതാണ്. എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പറയുന്നു. അത്തരം നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനർത്ഥം മറ്റ് നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് മോശമാണ് എന്നല്ല. കൈനീട്ടം ആരിൽ നിന്നും വാങ്ങുന്നതും ശുഭകരമാണ്. ഒരാൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ വിഷു കൈനീട്ടം തന്നാൽ അത് സ്വീകരിക്കുന്നതിലൂടെ നാൾക്കുനാൾ ഉയർച്ച മാത്രമേ ജീവിതത്തിൽ വരികയുള്ളൂ. എന്നിരുന്നാലും ചില നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അത്തരം നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങിയാൽ വാങ്ങുന്നവർക്ക് സാമ്പത്തികമായ ഉയർച്ചയും ദൈവാധീനവും ഉണ്ടാവും. അടുത്തത് ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർ വിഷു കൈനീട്ടം കൊടുക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരും. കൂടാതെ വാങ്ങുന്നവർക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരാണ് അടുത്തത്. കാർത്തിക നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നതിലൂടെ വാങ്ങുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞു പോകും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. അടുത്തത് രോഹിണിയാണ്. ശ്രീകൃഷ്ണന്റെ നക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ ജീവിതത്തിൽ ഉയർച്ച തീർച്ചയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും. സാമ്പത്തികമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. പുണർദം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും വളരെ നല്ലതാണ്. ജീവിതത്തിൽ ഉയർച്ച നേടാനാകും. ജീവിതത്തിൽ അനിവാര്യമായ പല മാറ്റങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. പുണർദം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങാവുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ജീവിതത്തിൽ നിന്ന് ക്ലേശങ്ങൾ അകലുകയും നല്ല ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും. മകം നക്ഷത്രം, ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ വാങ്ങുന്ന വ്യക്തികൾക്ക് നാൾക്കുനാൾ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരും. ശത്രുക്കളിൽ നിന്ന് വിജയം നേടാനാകും. തൊഴിൽപരമായ ഉയർച്ച നേടാനാകും. ധാരാളം സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നവർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും. ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. അത്തം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നാൾക്കുനാൾ ഉയർച്ച നേടാനാകും. ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും. പല അപ്രതീക്ഷിത നേട്ടങ്ങളും ജീവിതത്തിൽ വന്നെത്തും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ കൈനീട്ടം വാങ്ങാൻ ഉത്തമമായിട്ടുള്ള കുറച്ച് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ വിഷു കൈനീട്ടം നൽകണം. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ നിന്നും കണിക്കൊന്നയും ചേർത്ത് ഒരു നാണയം ഗൃഹനാഥനോ ഗൃഹനാഥയോ എല്ലാവർക്കും നൽകുന്നതാണ് വിഷു കൈനീട്ടം. കണി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ വർഷം സമൃദ്ധമാകട്ടെ എന്ന് അനുഗ്രഹത്തോടെ വിഷു കൈനീട്ടം കൊടുക്കുകയാണ് വേണ്ടത്. പ്രായത്തിൽ മുതിർന്ന എല്ലാവരും കൈനീട്ടം നൽകാൻ യോഗ്യരാണ്. എന്നിരുന്നാലും ചില നക്ഷത്രക്കാർ നൽകുകയാണെങ്കിൽ നമുക്ക് ആ വർഷം കുറച്ച് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. കൈനീട്ടം ലഭിക്കുന്ന ഈ നാണയം അടുത്ത ഒരു വർഷം ബാഗിലോ മേശയിലോ പേഴ്സിലോ ഒക്കെ സൂക്ഷിക്കാവുന്നതാണ്. ഒരു വർഷത്തോളം സൂക്ഷിക്കുക. അപ്പോൾ ഏവർക്കും നല്ലൊരു വിഷു ആവട്ടെ എന്ന്